നമസ്കാരം. ചാപ്റ്റർ 6 അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നു. അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തിന് മതസംബന്ധമായി 2 തരം പ്രശ്നങ്ങളുണ്ടെന്നും അതിലൊന്നാമത്തെ പ്രശ്നമാണ് ന്യൂനപക്ഷ അവകാശം, ഭൂരിപക്ഷ അവകാശം എന്നുള്ളത്. അല്ലെങ്കിൽ ന്യൂനപക്ഷ അവകാശത്തിന് രാഷ്ട്രം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അതായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ ദേശരാഷ്ട്രത്തിന് മതസംബന്ധമായുള്ള രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നമാണ് മതേതരത്വ വർഗീയവാദ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. ദേശരാഷ്ട്രമായ ഇന്ത്യയുടെ മതേതരത്വ വർഗീയവാദ പ്രശ്നങ്ങൾ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് 2 ഹെഡിങ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് വർഗീയത എന്ന് പറയുന്ന ആശയവും, രണ്ടാമത്തേത് മതേതരത്വം എന്ന് പറയുന്ന ആശയവും. അപ്പൊ ആ ആശയം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനൊപ്പം തന്നെ ആ ആശയം വർഗീയത മൂലം ഇന്ത്യ എന്ന ദേശരാഷ്ട്രം അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നു. മതേതരത്വം അഥവാ സെക്യുലറിസം എന്ന് പറയുന്ന കാര്യം പറയുമ്പോഴും എന്താണ് സെക്യുലറിസം എന്ന ആശയം, പാശ്ചാത്യ സെക്യുലറിസത്തിൽ നിന്ന് നമ്മുടെ സെക്യുലറിസം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതുപോലെ സെക്യുലറിസം എന്ന ആശയം എന്തൊക്കെ ആശയക്കുഴപ്പങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കമ്മ്യൂണലിസം അഥവാ വർഗീയത എന്തെന്ന് നോക്കാം. ഇത് 6 മാർക്കിനൊക്കെയാണ് ഈ വർഗീയത മാത്രമായിട്ട് ചോദിക്കുന്നത്. ചിലപ്പം ഇന്ത്യയുടെ മതേതരത്വ വർഗീയവാദ പ്രശ്നങ്ങൾ വിവരിക്കുക എന്ന് പറഞ്ഞു ചോദിച്ചാൽ നമ്മൾ വർഗീയതയും എഴുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ മതേതരത്വം എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗവും കൂടെ എഴുതണം. അപ്പൊ അത് 8 മാർക്കിന് ചോദിക്കാം. അപ്പൊ ഓരോന്നും ഒരു 6 മാർക്കിന് കരുതി പഠിച്ചു വയ്ക്കുക. അപ്പോ പിന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വർഗീയത എന്തെന്ന് നോക്കാം. വർഗീയതയുടെ ഒരു നിർവചനമാണ് നമ്മൾ ആദ്യം പറയുന്നത്. മതപരമായ സത്വത്തിൽ അധിഷ്ഠിതമായ ആക്രമാസക്തമായ ഷോവനിസം ആണ് വർഗീയത എന്ന് പറയുന്നത്. ഷോവനിസം എന്ത് എന്ന് നമ്മൾ താഴോട്ട് പറയുന്നു. മതപരമായ സത്വത്തിൽ, മതപരമായ ഐഡന്റിറ്റിയിൽ അധിഷ്ഠിതമായി ആക്രമാസക്തമായ ഷോവനിസം എന്നതാണ് വർഗീയത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷോവിനിസം എന്താന്ന് താഴോട്ട് പറയുന്നു. ഷോവിനിസം എന്നാൽ സ്വന്തം ഗ്രൂപ്പ് മികച്ചത് എന്ന ചിന്താഗതിയാണ്. അതിന് മതവുമായി ബന്ധമുണ്ടായിരിക്കും. സ്വന്തം ഗ്രൂപ്പ് അല്ല, ശരിക്കും പറഞ്ഞാൽ സ്വന്തം ഗ്രൂപ്പ് മികച്ചത് എന്ന് പറയുമ്പോൾ അത് എത്നോസെൻട്രിസമാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. നമ്മൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് മികച്ചതെന്ന് പറയുന്നത് എത്നോസെൻട്രിസമാണ്. ഇവിടെ സ്വന്തം മതം മികച്ചത് എന്നുള്ള ചിന്തയാണ് ഷോവിനിസം എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വന്തം മതം മികച്ചതെന്ന ചിന്തയിൽ നമുക്ക് മറ്റു മതങ്ങളെയോ മറ്റു മതവിശ്വാസികളെയോ ഉപദ്രവിക്കുവാനുള്ള ഒരു ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിന് വർഗീയത എന്ന് പറയുന്നത്. അങ്ങനത്തെ ചിന്താഗതിയും അങ്ങനത്തെ പ്രവർത്തനങ്ങളും എല്ലാം വർഗീയതയ്ക്കകത്ത് വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഷോവിനിസം എന്നാൽ സ്വന്തം ഗ്രൂപ്പ് എന്ന് എഴുതേണ്ട. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ സ്വന്തം ഗ്രൂപ്പ് എന്ന് കിടക്കുന്നത് കൊണ്ട് അങ്ങനെ എഴുതിയേ ഉള്ളൂ. സ്വന്തം മതം എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ഓക്കെ, രണ്ടാമത്തത് വർഗീയത മതവുമായി ബന്ധപ്പെട്ട രണ്ടാമതൊരു നിർവചനമാണ്. വർഗീയത മതവുമായി ബന്ധപ്പെട്ട ആക്രമാസക്തമായ രാഷ്ട്രീയ ആശയമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വർഗീയതയ്ക്ക് മതവുമായി ബന്ധമുണ്ട്, അതിന് ആക്രമണാസക്തമായ ഒരു പ്രവണതയുണ്ട്. ഇനി ഒരു പുതിയ കാര്യം കൂടി ഇവിടെ പറയുന്നു, അതൊരു രാഷ്ട്രീയ ആശയമാണ്. അത് മതപരമായിട്ടുള്ള ഒരു ആശയമല്ല, പക്ഷെ അതിന് മതവുമായി ബന്ധമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു രാഷ്ട്രീയ ആശയമാണ്. രാഷ്ട്രീയ അധികാരങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മതത്തിനെ ആക്രമവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നു. അപ്പം വർഗീയതയിലും മതം വരുന്നു, ആക്രമാസക്തത വരുന്നു, അതുപോലെ തന്നെ രാഷ്ട്രീയ ചിന്താഗതിയും വരുന്നു. അത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വർഗീയത ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഇംഗ്ലീഷിൽ കമ്മ്യൂണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദായം എന്നാണ് അതിന്റെ അർത്ഥമാകുന്നത്. ഓക്കെ, ഇംഗ്ലീഷിൽ കമ്മ്യൂണൽ എന്നാൽ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട എന്തോ എന്നാണ് അർത്ഥം. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവനവന്റെ, നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മേഖലയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് സമാന ചിന്താഗതികളോടുകൂടി താമസിക്കുന്ന ഒരു കൂട്ടം
ജനങ്ങളാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിൽ കമ്മ്യൂണൽ എന്നാൽ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട എന്തോ ആണ് എന്നാണ് അർത്ഥം. ഇത് നിഷ്പക്ഷമായ ഒരു പദമാണ്, ഇതിനൊരു മതവുമായി ഒരു ബന്ധവുമില്ല. ഇത് നിഷ്പക്ഷമായ ഒരു പദമാണ് ഈ കമ്മ്യൂണൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം. ദക്ഷിണേന്ത്യൻ പദം അർത്ഥം ആക്കുന്നത്, ദക്ഷിണേന്ത്യൻ പദത്തിന്റെ അർത്ഥം അനുകൂലാത്മകമോ നിഷേധാത്മകമോ ആകാം. കമ്മ്യൂണൽ എന്ന് പറയുമ്പം സ്വന്തം കമ്മ്യൂണിറ്റിയോടുള്ള ചിന്താഗതിയോ ആകാം, മറിച്ച് എന്തുമാകാം, നേരത്തെ പറഞ്ഞ പോലെയുള്ള വർഗീയമായ ചിന്താഗതികളെയും നമുക്ക് അത് കമ്മ്യൂണൽ എന്ന് ദക്ഷിണേന്ത്യൻ സ്ഥലങ്ങളിൽ അതിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ദക്ഷിണേന്ത്യൻ അർത്ഥം അനുകൂലാത്മകമോ നിഷേധാത്മകമോ ആകാം. അനുകൂലാത്മകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമൂഹികമായ അനുകൂലവുമാകാം, നിഷേധാത്മകവും ആകാം. ഇനി വർഗീയതയ്ക്ക് മതവുമായി തത്വത്തിൽ ബന്ധമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ മതവുമായി വർഗീയതയ്ക്ക് ഒരു ബന്ധവുമില്ല. പക്ഷേ രാഷ്ട്രീയ ആശയത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ട് മതത്തിനെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മതത്തിനെ കൂട്ടുപിടിച്ചാൽ കുറെ ആളുകളെ ഈ ആക്രമത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന ഒരു ദുഷ്ട ലക്ഷ്യത്തോടു കൂടി മതവുമായി ഇതിനെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വർഗീയതയ്ക്ക് മതവുമായി തത്വത്തിൽ ബന്ധമില്ല, രാഷ്ട്രീയ ബന്ധമാണ് ഉള്ളത്. എല്ലാ വർഗീയവാദികളും ഒരു രാഷ്ട്രീയ സത്വം ഉള്ളവർ, മതവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ സത്വം ഉള്ളവരാണ്. അപ്പൊ ഈ വർഗീയവാദികള് എപ്പോഴും ഒരു മതത്തിനെ ചൂട് പിടിച്ചുകൊണ്ടായിരിക്കും അവരുടെ രാഷ്ട്രീയ ആശയങ്ങളെ മുതലെടുക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഹിന്ദു വർഗീയവാദികളുണ്ട്, മുസ്ലിം വർഗീയവാദികളുണ്ട്, ക്രിസ്ത്യൻ വർഗീയവാദികളും ഉണ്ടായിരിക്കും. അപ്പൊ ഈ വർഗീയവാദത്തിന് ഒരു മതവുമായി ശരിക്കു പറഞ്ഞാൽ എന്താണ്, എങ്ങനെയോ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ ശരിക്കും അതിന് മതം എന്ന് പറയുന്ന ആശയവുമായി ഇതിന് ഒരു ബന്ധവുമില്ല. ഇതിനെ ആൾക്കാർ ദുരുപയോഗം ചെയ്യുകയാണ്, മതത്തിനെ എടുത്ത് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു വർഗീയവാദി വിശ്വാസിയാകാം അവിശ്വാസിയുമാകാം. എല്ലാ വർഗീയവാദികളും, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ വർഗീയവാദികളും ഒരു മതത്തിന്റെ വിശ്വാസി ആകണമെന്നില്ല, അവിശ്വാസിയുമാകാം. ചിലപ്പം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അയാൾ വിശ്വാസി ആണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം. ഓക്കെ, ഇനി വർഗീയത മതസമാനതകളെ അംഗീകരിക്കുന്നില്ല. അതായത് വർഗീയത പറയുന്ന എല്ലാ മതങ്ങളും തുല്യമാണ്, അല്ലെങ്കിൽ എല്ലാ മതവും ഒന്നിച്ചു പോകണം എന്നൊക്കെയുള്ള മതത്തിന്റെ സമാനതയോടുകൂടിയുള്ള ഒരു നിലനിൽപ്പിനെ ഈ വർഗീയത എന്ന് പറയുന്ന ആശയം പ്രോത്സാഹിപ്പിക്കുന്നവർ അംഗീകരിക്കുന്നില്ല. അവനവന്റെ മതം മികച്ചത് എന്ന് പറയുന്ന ഷോവനിസ്റ്റിക് ചിന്താഗതിയാണ് വർഗീയത പുലർത്തുന്ന ആൾക്കാർക്കുള്ളത്. ഇനി വർഗീയ ലഹള സമുദായങ്ങളെ മാനുഷിക മൂല്യങ്ങളിൽ നിന്നും അകറ്റുന്നു. വർഗീയ ലഹള ഉണ്ടാകുമ്പോൾ സഹജീവികള്, മറ്റൊരു മതത്തിൽപ്പെട്ട ആൾക്കാരെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചിലപ്പം കൊല്ലാനോ കൊള്ളയടിക്കാനോ ഒക്കെ മുന്നിട്ടിറങ്ങാറുണ്ട്. സ്വന്തം സമുദായത്തിനായി മറ്റു സമുദായങ്ങളിലെ ജനങ്ങളെ കൊല്ലാനും കൊള്ളയടിക്കാനും മാനഭംഗപ്പെടുത്തുവാനും നമ്മൾ വർഗീയ ലഹളകൾ ഉണ്ടാകുന്ന സമയത്ത് ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോ നമ്മളിവിടെ വർഗീയത എന്തു പറഞ്ഞു, ഷോവിനിസം എന്തെന്ന് പറഞ്ഞു, ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണൽ എന്ന പദത്തിന്റെ അർത്ഥം പറഞ്ഞു, ദക്ഷിണേന്ത്യയിൽ അതിന് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു അനുകൂലാത്മക ആശയവുമുണ്ട്, അതുപോലെ തന്നെ നിഷേധാത്മകമായിട്ടുള്ള ഒരു ആശയവും ഉണ്ടായിരിക്കും. പിന്നെ മിക്കവാറും ഈ വർഗീയത മൂലമുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ എന്താ പറയുക, ബഹുസ്വരതയുള്ള രാജ്യങ്ങളിലായിരിക്കും. മതപരമായി ബഹുസ്വരതയുള്ള രാജ്യങ്ങളിലായിരിക്കും വർഗീയത ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇനി നമ്മളിതാ ഇവിടെ മുതൽ വർഗീയ ലഹളകളെ കുറിച്ചാണ് പറയുന്നത്. വർഗീയ ലഹളകൾ സമുദായങ്ങളെ മാനുഷിക മൂല്യങ്ങളിൽ നിന്നും അകറ്റുന്നു, സ്വന്തം സമുദായത്തിനായി മറ്റു സമുദായങ്ങളിലെ ജനങ്ങളെ കൊല്ലാനും കൊള്ളയടിക്കുവാനും മാനഭംഗപ്പെടുത്തുവാനും ശ്രമിക്കുന്നു. അപ്പൊ ഈ വർഗീയതയുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരിക്കും. ഒരു വിശ്വാസിയോ അവിശ്വാസിയോ ആയിരിക്കാം ഒരു വർഗീയവാദി. അപ്പം എന്തിനെ ചുവട് പിടിക്കുന്നു, മതത്തിനെ അവര് കൂട്ടുപിടിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ പറ്റൂ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് മതത്തിനെ കൂട്ടുപിടിക്കുന്നത്. ഓക്കെ, ന്യൂനപക്ഷ സമുദായങ്ങളാണ് ഇത്തരത്തിൽ അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഭൂരിപക്ഷം അംഗബലത്തിൽ കൂടുതലായതുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളാണ് സാധാരണയായി ഇത്തരത്തിലുള്ള വർഗീയ ലഹളകളിൽ ഇരകളായി മാറുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ മുതൽ വർഗീയ ലഹളകൾ ആരംഭിക്കുന്നു. വർഗീയ ലഹള എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ചോദിച്ചിട്ടില്ല, പക്ഷെ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്.
പിന്നെ ഇനി നമ്മൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ 2 വർഗീയ ലഹളകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. ഒന്ന്, 1984 ഡൽഹിയില് ഒരു സിഖ് വിരുദ്ധ ലഹള നടന്നിട്ടുണ്ട്. 1984 ഒരു സിഖ് വിരുദ്ധ ലഹള ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. സിഖ് വിരുദ്ധ കലാപം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തായിരുന്നു അത്. 1984 സിഖുകാരെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു സിഖുകാരെല്ലാവരും കൂടെ അവിടെയുള്ള ഒരു അമ്പലത്തിനകത്ത് കയറി ഒളിക്കുകയും ഒക്കെ ചെയ്യുകയും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, കലാപങ്ങൾ, നിരവധി ആളുകൾ മരിക്കുവാനും ഡൽഹിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ ഈ 84 കലാപം കാരണമായി. കോൺഗ്രസിന്റെ ഭരണകാലത്തായിരുന്നു അത്. രണ്ടാമത്തെ കലാപം 2002 ഗുജറാത്തിലുണ്ടായ മുസ്ലിം വിരുദ്ധ കലാപമാണ്. 2002 മുസ്ലിം വിരുദ്ധ കലാപം എവിടെയാണ് ഉണ്ടായത്? ഗുജറാത്തിൽ. അത് BJP ഗവൺമെന്റിന്റെ കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു കലാപം ഉണ്ടായത്. അവിടെയും നിരവധി ഹിന്ദുക്കളും അതുപോലെ തന്നെ മുസ്ലിങ്ങളും പരസ്പരം ബോംബിട്ടും അല്ലാതെയും ഒക്കെ ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമായതാണ്. ഈ ഗുജറാത്തിലെ ഒരുപാട് വീടുകൾ തീവയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് BJP ഗവൺമെന്റിന്റെ കാലത്താണ്. അപ്പൊ ഇത് രണ്ടുമാണ് ഇന്ത്യ കണ്ടിട്ടുള്ള വലിയ വർഗീയ ലഹള എന്ന് പറയുന്നത്. ഇനി വർഗീയ ലഹളകൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് കാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ 84 2002 മാത്രമേ വർഗീയ ലഹള ഉണ്ടായിരുന്നുള്ളൂ എന്നില്ല. നിരവധി വർഗീയ ലഹളകൾ ഇന്ത്യയിൽ പണ്ട് കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി തന്നെയാണ്. ജനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാരുടെ ചിന്ത തന്നെയാണ് ഇന്ത്യയിലെ വർഗീയ ലഹളകൾ അന്ന് ഉണ്ടാകുവാനുള്ള കാരണം. ഇനി ഇന്ത്യ ചരിത്രത്തിൽ എക്കാലത്തും മത, സാംസ്കാരിക, വംശീയ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ പഴയ ചരിത്രം എടുത്തു നോക്കിയാലും മതപരമായിട്ടും സാംസ്കാരികമായിട്ടും വംശങ്ങളും ഗോത്ര വിഭാഗക്കാരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള പോരാട്ടങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി മതപരമായ ബഹുസ്വരത, ബഹുത്വം, പ്ലൂറാലിറ്റി നമ്മുടെ പ്രധാന സവിശേഷതയാണ്. കാരണം ഇന്ത്യയിൽ എല്ലാ മതവിഭാഗക്കാരും ഉണ്ട്. അപ്പൊ ഈ മുകളിൽ നമ്മൾ ലഹളകളുണ്ട്, വർഗീയത, ആക്രമോസക്തമായ ഒരു ചിന്താഗതിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മള് ഈ ബഹുസ്വരതയെ ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മനോഹരമായ ദേശരാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനായിട്ട് 2-3 തെളിവുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ ഭക്തി ഗാനങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വ്യത്യസ്ത മതവിഭാഗക്കാർ തമ്മിലുള്ള സ്നേഹങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓരോ മതവിഭാഗങ്ങളും എങ്ങനെയായിരുന്നു ഇന്ത്യയിൽ പരസ്പര ഐക്യത്തോടു കൂടി മുന്നോട്ട് പോയത് എന്ന് ഇവരുടെ ഈ ഒരു കവിതകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കബീർ എന്ന് പറയുന്ന ഒരു കവി ഉണ്ട്, ഒരു നോർത്ത് ഇന്ത്യൻ കവിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കവിതാ ശകലം ഇതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എന്നെ എവിടെയാണ് നീ തേടുന്നത്, ഞാൻ നിന്റെ കൂടെയുണ്ട്, തീർത്ഥയാത്രകളിലോ ബിംബങ്ങളിലോ അല്ല, ഏകാന്തതയിലുമല്ല, ക്ഷേത്രത്തിലോ പള്ളിയിലോ അല്ല, അങ്ങനെ പറഞ്ഞിട്ട് മനുഷ്യ ഞാൻ നിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കവിത കബീർദാസ് എഴുതുന്നുണ്ട്. അപ്പൊ ആ കവിതകളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എത്ര ബഹുസ്വരതയുള്ള രാജ്യമാണെങ്കിലും എത്ര ഒത്തൊരുമയോടുകൂടി കഴിഞ്ഞിരുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നിങ്ങൾ ആ കബീറിന്റെ കവിത ഒന്ന് വായിക്കുക. അതിന്റെ ആദ്യത്തെ സെന്റൻസ് തന്നിട്ട് കുറെ കുത്തുകുത്തിട്ടിട്ട് ചിലപ്പോൾ ഇത് ആരുടെ കവിതകളാണ്, ഈ കവിതകൾ എന്തിനെ കാണിക്കുന്നു എന്ന് പറയാം. ഇന്ത്യയിലെ മതപരമായ സൗഹാർദ്ദപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ബഹുസ്വരതയെ കാണിക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത് 1 മാർക്കിന് ചോദിക്കാം. പിന്നെ നമ്മുടെ കലാപങ്ങൾ, വർഗീയ ലഹളകൾ 1 മാർക്കിന് ചോദിക്കാം. വർഗീയത എന്തെന്ന് ചോദിക്കാം. ഷോവിനിസം എന്തെന്ന് ചോദിക്കാം. പിന്നെ മുഴുവനായിട്ട് 6 മാർക്കിന് എസ്സേ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ മനസ്സിലായല്ലോ വർഗീയത എന്ന് പറയുന്ന ആശയം. ഇനി വർഗീയതയുടെ നേരെ വിപരീതമാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത്. മതനിരപേക്ഷത അഥവാ സെക്യുലറിസം എന്ന് പറയുന്നത് അതും ഒരു ആശയമാണ്. 6 മാർക്കിനത് ചോദിക്കാം. അപ്പൊ സെക്യുലറിസം എന്ത് എന്ന് നമുക്ക് നോക്കാം. സാമൂഹിക രാഷ്ട്രീയ സിദ്ധാന്തത്തിലെ ഏറ്റവും സങ്കീർണമായ പദമാണിത്. ഇതിന് ഒരുപാട് വെല്ലുവിളികൾ. ഈ പദം മതനിരപേക്ഷത എന്ന ആശയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ
അതിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സാമൂഹിക രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ ഏറ്റവും സങ്കീർണമായ പദമാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. മതനിരപേക്ഷത വർഗീയതയുടെ വിപരീതമാണ്. വർഗീയത എന്ന് പറയുമ്പോൾ എന്താണ്? മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആക്രമോസുക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി ചെയ്യുമ്പോഴാണ് വർഗീയതയാവുന്നത്. അപ്പൊ മതനിരപേക്ഷത അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാം. ഡാഷ് വർഗീയതയുടെ വിപരീതമാണ്. മതനിരപേക്ഷത വർഗീയതയുടെ വിപരീതമാണ്. രാജ്യത്തിന് പ്രത്യേക മതമില്ലാത്ത അവസ്ഥയാണിത്. എന്നാൽ എല്ലാ മതങ്ങളെയും ഒരു രാജ്യത്തിന് പ്രത്യേക മതമില്ല എന്നുള്ള ഒരു തത്വചിന്തയാണ് എന്ത്? സെക്യുലറിസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് മതങ്ങളിലേക്ക് ഒന്നും നോക്കുന്നില്ല, മതങ്ങളെ ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല എന്നല്ല. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുവാനുള്ള അവകാശം നൽകുകയും ചെയ്യുന്ന ഒരു ആശയമാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആധുനികത, യുക്തിബോധം, ശാസ്ത്രം ഇവ പോലെയുള്ള ഒരു ആധുനിക സങ്കല്പമാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത്. മതനിരപേക്ഷത നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്താ പറയാ, സംഘർഷങ്ങൾക്കുള്ള സാധ്യതകൾ കുറവാണ്. ഇതൊരു ആധുനിക ആശയമാണ്. നമ്മൾ സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുന്നു, ശാസ്ത്രത്തിന്റെ പുറകെ പോകുന്നു, ആധുനികതയുടെ പുറകെ പോകുമ്പോൾ അതുപോലെ തന്നെയുള്ള സമാനമായ ഒരു ചിന്താഗതിയാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാമൂഹിക രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ ഏറ്റവും സങ്കീർണമായ ഒരു പദമാണ് ഡാഷ്. എന്താണ്? മതനിരപേക്ഷത. ഡാഷ് വർഗീയതയുടെ വിപരീതമാണ്. മതനിരപേക്ഷത വർഗീയതയുടെ വിപരീതമാണ്. ഇനി താഴെ നമ്മൾ എന്താണ് സെക്യുലറിസം എന്ന നിർവചനമാണ് പറയുന്നത്. ഒരു രാജ്യത്തിന് പ്രത്യേക മതമില്ലാത്ത അവസ്ഥയാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുവാനുള്ള അവകാശം നൽകുകയും ചെയ്യുന്ന ഒരു ആശയമാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്ത്യയിലെ മതനിരപേക്ഷതയിൽ ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രം മതനിരപേക്ഷത സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷതയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. അപ്പൊ എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ലെങ്കിലും കുറച്ച് ഉദാഹരണങ്ങൾ എടുത്ത് നമുക്ക് പറയാം. അപ്പൊ ഇന്ത്യ ഒരു മതത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. എങ്കിലും നമ്മൾ നോക്കുമ്പോൾ ഹജ്ജ് നടത്തുവാനായിട്ട് ധനസഹായം ആര് നൽകുന്നു? ഗവൺമെന്റ് നൽകുന്നു. തിരുപ്പതി ക്ഷേത്ര നടത്തിപ്പ് ഏറ്റെടുക്കുന്നു. തിരുപ്പതി ക്ഷേത്രത്തിന്റെ വരുമാനങ്ങൾ മുഴുവൻ ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് ആ വരുമാനം മുഴുവൻ ഗവൺമെന്റ് എടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതെന്തുകൊണ്ട്? ഹജ്ജ് നടത്താൻ ധനസഹായം നൽകുന്നു. അവിടെ തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. ഹിമാലയ തീർത്ഥാടകരെ സഹായിക്കാൻ പോകുന്നു, വീണ്ടും ഒരു വൈരുദ്ധ്യം വരുന്നു. ഗോവധം നിരോധിക്കൽ ശ്രമങ്ങൾ, ചില മതവിഭാഗക്കാരുടെ ദൈവികമായിട്ടുള്ള ഒരു ദൈവിക സാന്നിധ്യമുള്ള ഒരു ജീവിയാണ് പശു എന്ന രീതിയിൽ ഗോവധം നിരോധിക്കുന്ന ചില പ്രവണതകൾ ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഗോവധം അങ്ങനെ നിരോധിക്കുന്നത്? അപ്പോ മതനിരപേക്ഷ രാജ്യത്തിന് അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ദൈവികമായിട്ട് സാന്നിധ്യമുണ്ട് എന്ന് കരുതുന്ന ഒരു മൃഗത്തിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അതിൽ ഇടപെടാതിരിക്കാം. സൈന്യത്തിലെ സിഖുകാരുടെ താടി, സിഖുകാർക്ക് താടി വെക്കാം, നേരെ മറിച്ച് മറ്റു ആൾക്കാർക്ക് താടി വെക്കുവാനുള്ള അനുവാദമില്ല. അവർക്ക് തലപ്പാവ് ധരിക്കാം. ഹിന്ദു സൈനികർക്ക് തലമുണ്ടന നിരോധനം. സിഖുകാർക്ക് താടിയും തലപ്പാവും വയ്ക്കാം എന്ന് പറയുമ്പോൾ ഹിന്ദു സൈനികന്, ഹിന്ദു ബ്രാഹ്മണന് തലമുണ്ടനം ചെയ്യുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു മതത്തിൽ. പക്ഷെ അവിടെ അതിന് നിരോധനമുണ്ട്. ഇതെല്ലാം തന്നെ വൈരുദ്ധ്യങ്ങൾ കാണിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മതനിരപേക്ഷ രാഷ്ട്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വൈരുദ്ധ്യതകൾ കാണിക്കുന്നുണ്ട് നമ്മൾ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഓഫീസിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ നമ്മളൊരു വിളക്ക് വെച്ചിട്ട് ചന്ദനത്തിരിയൊക്കെ വെച്ച് അതിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് അതൊക്കെ കത്തിച്ച് ഒരു ഈശ്വരനാമം ജപിക്കുന്നു. വേണമെങ്കിൽ ഒരു ഹിന്ദു അല്ലാത്ത ഒരാൾക്ക്, ഒരു മുസ്ലിമിനോ ഒരു ക്രിസ്ത്യനോ തോന്നാം ഇതൊരു മതനിരപേക്ഷ രാജ്യമായിട്ട് ഇത് ഹിന്ദുക്കളുടെ ഗാനമല്ലേ, ഇതെന്തിനിവിടെ ചൊല്ലുന്നു, അല്ലെങ്കിൽ ഇത് ഹിന്ദുക്കളുടെ ആചാരമല്ലേ എന്നൊരു ചോദ്യം വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മതപരമായ അവധി ദിവസങ്ങൾ മുഴുവൻ നിർത്തലാക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ മതനിരപേക്ഷത പാലിക്കുന്ന ഒരു രാഷ്ട്രം എന്തിനാണ് മതപരമായിട്ട് അവധികൾ കൊടുക്കുന്നത്? നമുക്ക് സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും ഗാന്ധി ജയന്തിയും അംബേദ്കർ ജയന്തിയും മാത്രം അവധി ദിനങ്ങളാക്കിയാൽ മതിയല്ലോ. എന്തിനാണ് ബാക്കിയെല്ലാം അവധി കൊടുക്കുന്നത്?
തുടങ്ങിയിട്ട് നിരവധി ചോദ്യങ്ങൾ നമ്മളുടെ മതനിരപേക്ഷത എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് വൈരുദ്ധ്യമായിട്ട് നിൽക്കുന്ന നിരവധി ചോദ്യങ്ങൾ ഉണ്ട്. അപ്പൊ ചിലപ്പോ 1-2 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടില്ല ഇതുവരെയും, പക്ഷെ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി രാഷ്ട്രം മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതും ഒരു മതനിരപേക്ഷതയോടുള്ള വെല്ലുവിളിയാണ്. അപ്പൊ ഇത്തരത്തിൽ മതന്യൂനപക്ഷങ്ങളെ രാജ്യം സംരക്ഷിക്കാൻ പോയാൽ അതും എന്താണ്, മതനിരപേക്ഷത എന്നുള്ള ആശയത്തിനോടുള്ള ഒരു വെല്ലുവിളിയാണ്. ചില മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് ഭരണഘടനാപരമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ മതനിരപേക്ഷത എന്നുള്ള ഒരു ആശയത്തിനോടുള്ള ഒരു വെല്ലുവിളിയാണ്. മനസ്സിലാവുന്നല്ലോ? നമ്മൾ ന്യൂനപക്ഷങ്ങൾക്ക് റിസർവേഷൻ കൊടുക്കുന്നത് മതനിരപേക്ഷത എന്ന് പറയുന്ന ആശയത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്, അല്ലെ? പ്രത്യേക പരിഗണന നൽകുമ്പോൾ അത് ഒരു മതത്തിനെ പ്രീണിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പരിഗണന നൽകിയില്ലെങ്കിലോ അത് ഭൂരിപക്ഷ മൂല്യങ്ങളെ അനുകൂലിക്കുന്നു എന്നും ആവാം. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? നമ്മുടെ ബഹുസ്വരത തന്നെയാണ്, അല്ലെ? അപ്പൊ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ആശയമാണ് ഈ മതനിരപേക്ഷത പാലിക്കുന്ന ഒരു രാജ്യം എന്ന ആശയം എന്ന് പറയുന്നത്. ന്യൂനപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്താൽ പറയും എന്ത്, അവരെ പ്രീണിപ്പിക്കുന്നു. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് പറയും, ഭൂരിപക്ഷ മൂല്യങ്ങൾ അനുകൂലിക്കുന്നു എന്നും ആകാം. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്, വിവാദങ്ങൾ ആണ്. രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഇവിടെ നടക്കുവാൻ ഇത് കാരണമാകുന്നു. ഒരുപാട് രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഇപ്പൊ നമ്മുടെ റിസർവേഷന്റെ കാര്യത്തിൽ തന്നെ ഈ അടുത്ത കാലത്ത് ഒരുപാട് മുന്നോക്ക വിഭാഗങ്ങൾക്ക്, അതായത് മുന്നോക്ക വിഭാഗത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് റിസർവേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു ഭരണഘടനാ ഭേദഗതിയും ഒരു സംവിധാനവും വന്നപ്പോൾ നിരവധി എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അവിടെയും ഈ വീണ്ടും 2 ചോദ്യമാണ്. ഈ മുന്നോക്ക വിഭാഗങ്ങളിൽ പിന്നോക്കക്കാര് ദുരിതം അനുഭവിക്കുന്നവരുണ്ട്, അവരെ നമ്മൾ സഹായിക്കണം. അതല്ല മറ്റ് എതിർപക്ഷത്തിന്റെ വാദം എന്താണ്, അവര് പണ്ട് കാലം മുതലേ ഉയർന്നവരായിരുന്നു, അവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളാണ് താഴെത്തട്ടിൽ കിടക്കുന്നത് എന്നുള്ള ഒരു മറുവാദവുമുണ്ട്. അപ്പോ നമ്മൾ ന്യൂനപക്ഷ മൂല്യങ്ങളെ പരിഗണിക്കണമോ അതോ ഭൂരിപക്ഷ മൂല്യങ്ങളെ പരിഗണിക്കണമോ എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നു. അത് ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വരത മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യത്ത് എന്നും ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. അത് അതിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഹിന്ദുമതവാദികൾക്ക് ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഭരണത്തിലെത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായും മാറുന്നുണ്ട്. ഇനി ഭരണഘടനാ നിർമ്മാണ വേളയിൽ എല്ലാ സാംസ്കാരിക വിഭാഗങ്ങളെയും സംരക്ഷിക്കാനായി നിർമ്മിച്ച ഒരു മതേതര ആശയമാണ് ഈ മതനിരപേക്ഷത എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ പൗരന്മാരെയും ഉൾപ്പെടുത്തി ചിന്തിക്കുമ്പോൾ തീരാവുന്ന പ്രശ്നമാണിത്. എന്നാൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നവുമാണ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണലിസവും അതുപോലെ തന്നെ മതനിരപേക്ഷത എന്ന് പറയുന്ന ആശയവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് ഈ ക്ലാസ്സിലുള്ളത്, രാഷ്ട്രവും പൗരസമൂഹവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയുന്നു. ശേഷം തൊട്ടടുത്ത് വരുന്ന 7ാമത്തെ ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് സാധാരണ ഒരു സ്കൂളുകളിലും പഠിപ്പിക്കുന്ന ഒരു ഭാഗമല്ല 7ാം ചാപ്റ്റർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ അതിനകത്തുനിന്ന് ചോദ്യങ്ങളൊന്നും തന്നെ ചോദിക്കാറില്ല. പിന്നെ നമ്മളിനി നേരിൽ കാണുമ്പോൾ അതിനെക്കുറിച്ച് ചെറിയ ചില സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം. അഥവാ ഒരു ചോദ്യം ചോദിച്ചാൽ അതിനെ എങ്ങനെ എഴുതാം എന്നുള്ളത്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഗവേഷണം റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ആ ചാപ്റ്ററിനകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന 7 ഇല്ല, അടുത്ത എത്രയാണ്, 8ലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, താങ്ക് യു.